ഹല്ലേലൂയ. ധന്യനാകുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അനുഗ്രഹീതമായൊരു പ്രഭാതം വീണ്ടും ദൈവം നമുക്ക് ദൈവത്തിൻ്റെ ജീവനുള്ള വചനത്തെ കേൾക്കാൻ, പുതിയ ഒരു അഭിഷേകത്തിൻ്റെ പകർച്ചയെ തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാം. കർത്താവിൻ്റെ വലിയ ഹൃദയത്താൽ, സ്നേഹത്താൽ നമുക്ക് തന്ന ഈ നല്ല അവസരത്തെ ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുകയും നിങ്ങളെ ഓരോരുത്തരെയും ശുശ്രൂഷിക്കാൻ ഒരു അവസരം കൂടെ ദൈവം തന്നതിൽ ഞാൻ ദൈവത്തെ അതിയായി വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. വളരെ ശക്തമായ ഒരു ആത്മീയ സന്ദേശമാണ് കർത്താവ് ഇന്നെന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇന്നത് വിശ്വാസത്തോടെ കേൾക്കുകയും ധ്യാനിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതുപോലെ തന്നെ നമ്മുടെ ഈ മീറ്റിംഗ് എല്ലാ ദിവസവും രാവിലെ 6:30-ക്കും വൈകിട്ട് 6:30-ക്കും ദൈവകൃപയാൽ നടത്തപ്പെടുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ വാട്സാപ്പ് മുഖേനയും ടെലിഫോണിലൂടെയും അറിയിക്കാനുള്ള നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങളത് ഉപയോഗിക്കുക. നിങ്ങളെ കർത്താവ് സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ഞാൻ ആശംസിച്ചുകൊണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും ഒരു ശുഭദിനം ഞാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ തിരുവെഴുത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ചിലതൊക്കെ പുറപ്പെട്ടു പോയാലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിടുതലുള്ളൂ. അത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു അതിശക്തമായ സന്ദേശമാണ്. പ്രാർത്ഥിക്കാത്തത് കൊണ്ടല്ല, പ്രാർത്ഥിച്ചിട്ടും ചിലതൊക്കെ വിട്ടുപോകാത്തതാണ് വിടുതൽ വരാത്തതിൻ്റെ കാരണം. ഉപവസിക്കാഞ്ഞിട്ടല്ല, ഉപവാസത്താലും വിട്ടുപോകാത്തതിനാലാണ് ചിലതൊക്കെ ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഭരണമേറ്റെടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ചില ഭരണം നമ്മിൽ നിന്ന് ഒഴിഞ്ഞു മാറാത്തത് കൊണ്ടാണ് നമുക്കൊരു വിടുതൽ വരാത്തത്. മർക്കോസിന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം അതിൻ്റെ 28-ഉം 29-ഉം തിരുവെഴുത്തുകൾ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുക്കുന്നു. വീട്ടിൽ വന്ന ശേഷം ശിഷ്യന്മാർ സ്വകാര്യമായി അവനോട്, ഞങ്ങൾക്കതിനെ പുറത്താക്കുവാൻ കഴിയാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. 29-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല എന്ന് അവൻ പറഞ്ഞു. നോക്കൂ, യേശു പറയുന്ന ഈ കാര്യത്തിനകത്ത് നമുക്ക് യേശു തരുന്ന ഉറപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, പ്രാർത്ഥിച്ചാൽ ഏതൊരു ജാതിയും വിട്ടുപോകേണ്ട ഏതൊന്നും, ഏതൊരു ജാതിയും ഏതൊരു ഇനവും വിട്ടുപോകും എന്നുള്ളത് തന്നെയാണ്. എന്നാൽ നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് ചീന്തിയെടുത്ത് പരിശോധിക്കുമ്പോൾ പ്രാർത്ഥനയാൽ എല്ലാ ജാതികളും നമ്മെ വിട്ടുപോയി നമ്മെ അലട്ടുന്നതും അസ്വസ്ഥപ്പെടുത്തുന്നതും സ്വൈര്യം കെടുത്തുന്നതുമാകുന്ന എല്ലാ ജാതിയും എല്ലാ അവസ്ഥകളും എല്ലാ പൈശാചിക ശക്തികളും വിട്ടുപോയി എന്ന് നമുക്ക് സാക്ഷീകരിക്കാൻ കഴിയാതിരിക്കുമ്പോൾ, പ്രാർത്ഥിക്കുന്ന, കർത്താവിനോടുകൂടെ ഉപവസിക്കുന്ന, ദൈവവചനം സ്ഥിരമായി കേൾക്കുന്ന, ശുശ്രൂഷയിൽ പങ്കാളികളായി നിൽക്കുന്ന, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരായി നിൽക്കുന്ന ശിഷ്യന്മാരുടെ പ്രാർത്ഥനയിൽ, ശിഷ്യന്മാരുടെ പരിശ്രമത്തിൽ, ശിഷ്യന്മാരുടെ വിശ്വാസത്തിൽ വിട്ടുപോകാത്ത ജാതികളും ഉണ്ട് എന്നുള്ളതാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. അങ്ങനാണെങ്കിൽ ഒരു പ്രാർത്ഥനയിൽ സാത്താൻ വിട്ടുപോകുകയില്ല. ഒരു പ്രാർത്ഥനയിൽ വിടുതൽ കരസ്ഥമാക്കാനും വിടുതൽ നൽകാനും കഴിയുകയില്ല.
ഒരു പ്രാർത്ഥനയിൽ പഴയ നിലവാരങ്ങളിലേക്ക് കാര്യങ്ങൾ ക്രമീകരിക്കാനും കൊണ്ടുവരാനും പുതിയൊരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒന്നും രൂപപ്പെടുത്തിയെടുക്കാനും കഴിയുകയില്ല. പിന്നെയോ ചില ജാതികൾ വിട്ടുപോകുന്ന നിലയിൽ, ചിലതൊക്കെ ജീവിതത്തിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന നിലയിലുള്ള ഒരു അസാധാരണമായ ഹൈ ക്ലാസ് പ്രയർ ലൈഫിനെ കുറിച്ചാണ് യേശുക്രിസ്തു ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. അങ്ങനാണെങ്കിൽ ദൈവമക്കളെ, നമ്മൾ ആരും പ്രാർത്ഥിക്കാത്തത് കൊണ്ടല്ല ശിഷ്യന്മാരും പറഞ്ഞു ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. നമ്മൾ ആരും ഉപവസിക്കാത്തത് കൊണ്ടല്ല ശിഷ്യന്മാരും പറഞ്ഞു ഞങ്ങളും കർത്താവിന്റെ കൂടെ ഉപവസിക്കുന്നവരല്ലേ. പക്ഷെ യേശു പറഞ്ഞു, ഞാൻ പറഞ്ഞത് പ്രാർത്ഥനയെ കുറിച്ചല്ല, പ്രാർത്ഥനയുടെയും അടുത്തൊരു തലമുണ്ട്, ഒരു ഹൈ ക്ലാസ് പ്രയർ ലൈഫിനാൽ അല്ലാതെ ഇതൊന്നും നിന്നെ വിട്ടു പോകുകയില്ല. ഞാൻ ഈ വെളിപ്പാട് കർത്താവിൽ നിന്ന് പ്രാപിച്ചതാണ് ദൈവമക്കളെ. കാരണം യേശുക്രിസ്തു ഈ ഒരു സംഭവ സ്ഥലത്തേക്ക് സന്ദർശിക്കുമ്പോൾ, യേശു ഈ രംഗസ്ഥലത്തേക്ക് സന്ദർശിക്കുമ്പോൾ ഒരു കുഞ്ഞിനെ കൈകളിലേന്തി എവിടെ കൊടുക്കണം, എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു പിതാവ് പുരുഷാരത്തിൽ നിന്ന് കരഞ്ഞുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സംഭവം നിങ്ങൾക്ക് 17-ാമത്തെ വാക്യത്തിൽ കാണാം. ഇതേ അധ്യായം തന്നെ 9-ാമത്തെ മർക്കോസിന്റെ സുവിശേഷം 9:17 നിങ്ങൾക്ക് കാണാം. പുരുഷാരത്തിനിടയ്ക്ക് നിന്ന് ആമേൻ താൻ കണ്ണിലുണ്ണിയായി വളർത്തുന്ന ഒരു ബാലനെ കൊണ്ട് ആരെ ഏൽപ്പിക്കണം, ആരുടെ കയ്യിൽ കൊടുക്കണം, ആരാലൊരു വിടുതൽ കിട്ടുമെന്ന് പറഞ്ഞ് ആവേറി നിലവിളിച്ചുകൊണ്ട് യേശു വരുന്നു എന്ന് കേട്ടപ്പോൾ ഓടി മുമ്പിലോട്ട് ചെന്നൊരു പിതാവിനെ. ദൈവമക്കളെ, ഇന്ന് പ്രഭാതത്തിലും ഇതുപോലെ ചില വിഷയങ്ങളെ കൈകളിൽ ഏന്തിയിട്ട് പലരുടെയും മുമ്പിൽ നിങ്ങൾ പോയി, പലരുടെയും മുമ്പിൽ നിങ്ങൾ ചെന്ന് പറഞ്ഞു, പലരുടെയും മുമ്പിൽ നിങ്ങൾ കരഞ്ഞു, പലരെ കൊണ്ടും നിങ്ങൾ പ്രാർത്ഥിപ്പിച്ചു, പ്രാർത്ഥിക്കുന്നവനോടും കരഞ്ഞു, പ്രാർത്ഥിക്കുന്നവളോടും കരഞ്ഞു, എല്ലാവരുടെ മുമ്പിലും കരഞ്ഞു. ഇപ്പോഴും ആ വിഷയത്തിന് ഒരു മാറ്റവുമില്ലാതെ കൈകളിലേന്തി ആരുടെ കയ്യിൽ കൊടുത്താൽ ഇതിനൊരു പരിഹാരം കിട്ടുമെന്നും, ആരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചാൽ ഒരു വിടുതൽ കിട്ടുമെന്നും, ആരെ കൊണ്ട് ഈ വിഷയത്തിനൊരു വ്യത്യാസം വരുത്താൻ കഴിയുമെന്നും ഈ പിതാവ് ബാലനെ കൈകളിൽ എടുത്തു വെച്ചിട്ട് കരയുന്നത് പോലെ ഇന്ന് ഈ പ്രഭാത സന്ദേശത്തിൽ പലരും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പിതാവിന്റെ കയ്യിലിരിക്കുന്നത് തൻ്റെ ഏകജാതനായ പുത്രനാണെങ്കിൽ, അല്ലെങ്കിൽ തൻ്റെ ഏക മകനാണെങ്കിൽ, ഒരു ഊമന്റെ ആത്മാവ് പിടിച്ച, ഊമനാകുന്ന ഒരു ആത്മാവ് പിടിച്ച തൻ്റെ മകനാണെങ്കിൽ, സംസാരശേഷിയില്ലാത്ത തൻ്റെ മകനാണെങ്കിൽ, ഇന്ന് അതെ നിങ്ങൾക്കും സംസാരിക്കാൻ കഴിയുന്നില്ല, വിഷയങ്ങൾക്കും സംസാരിക്കാൻ കഴിയാത്തതുപോലെ നിശ്ചലമായിരിക്കുന്ന ചില വിഷയങ്ങളെ കൈകളിൽ എന്തിക്കൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ആരെ കൊണ്ട് ഈ വിഷയത്തിനൊരു നീക്കുപോക്ക് ഉണ്ടാക്കി തരാൻ കഴിയും കർത്താവേ എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന മാന്യ സുഹൃത്തേ, യേശു തന്റെ മുമ്പിൽ വരുന്നതിന് തൊട്ടു മുന്നേ വരെ ഈ വിഷയങ്ങൾക്ക് അദ്ദേഹം തൊട്ടാ സൗഖ്യമാ, ഇദ്ദേഹം തൊട്ടാ സൗഖ്യമാ, അദ്ദേഹം പ്രാർത്ഥിച്ച സൗഖ്യമാ, ഇദ്ദേഹം പ്രാർത്ഥിച്ച സൗഖ്യമാ എന്നൊക്കെ പറഞ്ഞ് ഈ ബാലന്റെ അപ്പൻ കൊണ്ടു നടന്നു. പക്ഷേ വ്യത്യസ്തമായ ഒരു പ്രസൻസ് ഉള്ളവൻ മലയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരുന്നത് കണ്ട പിതാവ് പുരുഷാരത്തിനിടയിൽ നിന്ന് ചാടി പുറത്തേക്ക് വന്നു എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. പുരുഷാരത്തിനിടയിൽ നിന്ന് ഒരു മനുഷ്യന്റെ നിലവിളി തിരുവെഴുത്ത് നിങ്ങൾ വ്യക്തമായി വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, 17-ാമത്തെ വാക്യം നിങ്ങൾക്ക് വായിച്ചാൽ അത് വ്യക്തമായിട്ട് കാണാൻ കഴിയും. ആമേൻ. അതിന് പുരുഷാരത്തിൽ 16 ഞാൻ കയറി വായിക്കുന്നു. അവൻ അവനോട്, നിങ്ങൾ അവരുമായി തർക്കിക്കുന്നത് എന്ത് എന്ന് ചോദിച്ച ഒരു ശബ്ദം ഇവിടെ പുരുഷാരത്തിനിടയിൽ നിന്ന് കേട്ടു. പുരുഷാരത്തിനിടയിൽ നിന്ന് പിതാവ് കേട്ടു. 17-ാമത്തെ വാക്യം, അതിന് പുരുഷാരത്തിൽ ഒരുത്തൻ, ഗുരോ, ഊമനായ ആത്മാവുള്ള ഈ എന്റെ മകനെ ഞാൻ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു, അത് അവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു, പിന്നെ അവൻ നുരച്ച് പല്ല് കടിച്ചു വരണ്ടു പോകുന്നു, അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്നുത്തരം പറഞ്ഞു. നിങ്ങൾ നോക്കിയേ, നിങ്ങൾ അവരുമായി തർക്കിക്കുന്നത് എന്ത് എന്ന് കർത്താവ് പൊതുവായി ചോദിച്ചപ്പോ എല്ലാവരും മറുപടി പറയുന്നതിനേക്കാൾ മുൻപേ ഈ പുരുഷാരത്തിന്റെ ഇടയിൽ തിക്കി നിന്ന പിതാവ് ചാടി പുറത്തോട്ട് വരണമെങ്കിൽ, മറ്റാരും മറുപടി പറയുന്നതിന് മുൻപേ ഈ പിതാവ് യേശുവിന്റെ ശബ്ദം കേട്ടു എങ്കിൽ, മറ്റെല്ലാവരും യേശുവിന്റെ ശബ്ദമെന്ന് ഗ്രഹിക്കുന്നതിന് മുൻപേ ഈ പിതാവ് യേശുവിന്റെ ശബ്ദമാണ് അതെന്ന് ഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ, മറ്റെല്ലാവരും തിരിയുന്നതിന് മുൻപേ
യേശുവിന്റെ നേരെ ഈ പിതാവ് തിരിയണമെന്നുണ്ടെങ്കിൽ, മറ്റെല്ലാവരും പുരുഷാരത്തിൽ നിന്ന് വേർപെട്ട് യേശുവിന്റെ അരികിലേക്ക് അറ്റൻഡ് ചെയ്യുന്നതിന് മുൻപേ ഈ പിതാവ് യേശുവിനെ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ദൈവമക്കളെ, പുരുഷാരത്തിനുള്ളതിനേക്കാൾ ആത്മഭാരവും, പുരുഷാരത്തിനുള്ളതിനേക്കാൾ വിഷമവും, പുരുഷാരത്തിനുള്ളതിനേക്കാൾ ആവശ്യബോധവും ഈ പിതാവിനുള്ളത് കൊണ്ട് ഇത്രയും തിരക്കിനും ഇത്രയും ബഹളങ്ങൾക്കും ഇടയിലും യേശുവിന്റെ ശബ്ദം ആ പിതാവ് സെൻസ് ചെയ്തത്. താനൊരു സാക്ഷ്യം പറഞ്ഞല്ലോ, താനൊരു അനുഭവം സാക്ഷ്യമായി പറഞ്ഞല്ലോ, ഞാൻ അങ്ങ് വരുന്നതിന് മുൻപ് അങ്ങയുടെ അടുത്താണ് ഞാൻ കൊണ്ടുവന്നത്, പക്ഷെ കേസ് അറ്റൻഡ് ചെയ്തത് ശിഷ്യന്മാരാ, അങ്ങ് പ്രാർത്ഥിക്കാൻ പോയിരിക്കുവായിരുന്നല്ലോ, അപ്പൊ അങ്ങയുടെ കൂടെ നിൽക്കുന്നവരാന്ന് പറഞ്ഞിട്ട് ഞാൻ അവരുടെ കയ്യിലെല്ലാം ഈ വിഷയം ഏൽപ്പിച്ചു. പക്ഷെ അവരെ കൊണ്ടൊന്നും സാധിച്ചില്ല, അവരെ കൊണ്ടൊന്നും സാധിച്ചില്ല. ആമേൻ, അവരെ കൊണ്ടൊന്നും സാധിച്ചില്ല. ഇന്ന് രാത്രി ഈ പ്രഭാതത്തിലും ഞാൻ ഈ ദൂത് നിങ്ങൾക്ക് കൈമാറുമ്പോ ഇതേ അനുഭവം തന്നെയല്ലേ എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തേ? ആമേൻ, ആമേൻ, ആമേൻ. ആരെ കൊണ്ടൊന്ന് വിഷയത്തിന് നീക്കുപോക്ക് വരുത്താൻ കഴിയുമെന്നും ആരെ കൊണ്ടൊരു വ്യത്യാസം ജീവിതത്തിൽ വരുത്താൻ കഴിയുമെന്നും ആരുടെ പ്രാർത്ഥനയിൽ കെട്ടുപൊട്ടുന്നെന്ന് അറിയത്തില്ലല്ലോ എന്നും പറഞ്ഞ് നിങ്ങൾ നാടായ നാട് മുഴുവനും പോകാവുന്ന ഇടത്തൊക്കെയും നിങ്ങൾ പണം കടം മേടിച്ചു വരെയും നിങ്ങൾ പല സ്ഥലത്ത് നിങ്ങൾ പോയിട്ടും നിങ്ങളുടെ അവസ്ഥയ്ക്ക് പൊറുതി വന്നില്ലെങ്കിൽ, ഞാൻ ഇന്ന് ആത്മനിറവോടെ ഈ തിരുവെഴുത്തിൽ നിന്ന് അഭിഷേകത്തിന്റെ നിറവോടെ ഞാൻ ഇന്ന് വിളിച്ചു പറയുന്നു, ഈ പുരുഷാരത്തിന്റെ ഇടയിൽ യേശുവിന്റെ ശബ്ദം കേട്ടവരുമുണ്ട്, കേൾക്കാത്തവരുമുണ്ട്. യേശു ചോദിച്ചത് കേട്ടവരുമുണ്ട്, കേൾക്കാത്തവരുമുണ്ട്. യേശു ആണെന്ന് ഗ്രഹിച്ചവരുമുണ്ട്, ഗ്രഹിക്കാത്തവരുമുണ്ട്. പക്ഷേ അക്ഷരത്തെറ്റ് പറ്റാതെ, ചിന്താപിശക് പറ്റാതെ ഈ മനുഷ്യൻ അത് യേശുവാണെന്ന് തിരിച്ചറിഞ്ഞ് പുരുഷാരത്തിന് ഇടയിൽ നിന്ന് ചാടി പുറത്തു വന്നതുപോലെ ഇന്ന് പകലിൽ നീ മനുഷ്യരിൽ വെച്ചിരിക്കുന്ന ആശ്രയത്തിൽ നിന്ന് പുറത്തു വരുമെങ്കിൽ, നീ മനുഷ്യരിൽ വെച്ചിരിക്കുന്ന വിശ്വാസത്തിൽ നിന്ന് പുറത്തു വരുമെങ്കിൽ, നീ കർത്താവിനെ അറ്റൻഡ് ചെയ്യുമെങ്കിൽ, നീ ദൈവശബ്ദത്തിന് ആമേൻ പറയുമെങ്കിൽ, നീ ദൈവത്തിങ്കിലേക്ക് മാത്രം നോക്കുമെങ്കിൽ, സ്വർഗം നിന്റെ അവസ്ഥയ്ക്ക് പൊറുതി വരുത്തും. ചിലതൊക്കെ വിട്ടുപോയാലേ വിടുതലുള്ളൂ. മകന്റെ അവസ്ഥയെക്കുറിച്ച് പിതാവ് പറയുന്നത് ഇങ്ങനെയാണ്. എന്താണത്? അവനെ എവിടെ വെച്ച് പിടിച്ച്? ആ മകന്റെ അവസ്ഥ ഇതാണ്. ഒന്ന്, ഊമനായ ആത്മാവുള്ള എന്റെ മകനെ. അപ്പൊ സംസാരിക്കാൻ കഴിയാത്തൊരു മകൻ. പക്ഷെ ആ മകന്റെ അവസ്ഥ എന്താണെന്നറിയാവോ? അതവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു. ഈ ആത്മാവ് കേറിയ ചെയ്യുന്നത് തള്ളിയിടും. രണ്ടവനെ നുരപ്പിക്കും. ആത്മാവ് അവൻ എവിടെ പിടിച്ചാലും തള്ളിയിടും. ഞാനൊരു ദൂത് പറയട്ടെ, ഈ ആത്മാവ് പിടിക്കുന്ന ഈ പൈതല് അവൻ സംസാരിക്കത്തില്ല. ഊമന്റെ ആത്മാവ് അവനെ പിടിക്കുന്നേ, അവൻ സംസാരിക്കത്തില്ല. പക്ഷെ അവൻ വീഴും. അവന്റെ വീഴ്ചയുടെ വേദനയോ വീഴ്ചയ്ക്ക് ശേഷമുള്ള അവന്റെ ശരീരത്തിന്റെ അസ്വസ്ഥതകളോ അവന്റെ സ്വാധീനക്കുറവുകളോ അവന്റെ വിഷമമോ അവന്റെ വൈഷമ്യങ്ങളോ ഒന്നും തന്നെ അവന് ഷെയർ ചെയ്യാൻ കഴിയാത്ത ഒരു വിങ്ങലും കൂടെ ഈ പൈതലിന്റെ ഉള്ളിലുണ്ട്. പിതാവിന്റെ ദുഃഖത്തെക്കുറിച്ച് തിരുവെഴുത്തിൽ പറയുന്നു. കാരണം ഈ മകന്റെ അവസ്ഥ കണ്ട് പിതാവിന് മനസ്സലിയുന്നു, മനസ്സിന് സ്വസ്ഥതയില്ല. പക്ഷെ ഈ ഊമനായ ആത്മാവ് പിടിച്ചിരിക്കുന്ന ഈ മകന്റെ വിഷമത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? അതെ, ഊമനായ ഈ മകനുമുണ്ട് വിഷമം. കാരണം ഈ ഭൂതം പിടിക്കുമ്പോഴെല്ലാം അവനെ തള്ളിയിടുമ്പോഴെല്ലാം ഇവന്റെ പുറം മുറിയും, ചതയും, ശരീരത്തിന് വരുത്തമുണ്ടാകും. വീഴ്ചയ്ക്ക് ശേഷം പിറ്റേ ദിവസം ഇരട്ടി വേദനയാ, ഇരട്ടി അസ്വസ്ഥതയാ. നുരയ്ക്കുമ്പോ പിന്നെ അവന് തലവേദനയും അവന് തൊണ്ടവേദനയും അവന്റെ ശരീരത്തിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ഒരേ സമയം കർത്താവ് ഹാൻഡിൽ ചെയ്യുന്നത് രണ്ട് കേസാണ്. ഒന്ന്, പിതാവിന്റെ വേദനയാണ് ഇവിടെ പറയുന്നത്, എന്റെ മകന്റെ അവസ്ഥ കണ്ടില്ലേ കർത്താവേ. പക്ഷെ കർത്താവ് ഹാൻഡിൽ ചെയ്യുന്നത് രണ്ട് കേസാണ്. ഹല്ലേലൂയ. ഇത് പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിന്റെ ബോണസാന്ന് ഞാൻ പറയും. പിതാവ് വന്നു ഒരു പ്രാർത്ഥന തന്നെ കർത്താവിന്റെ മുമ്പിൽ ചെയ്യുന്നേ. പിതാവ് മകന് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കെട്ടുപൊട്ടുന്നത് പിതാവിന്റെയും കൂടാ. ഹല്ലേലൂയ. ഇതാ പ്രിയപ്പെട്ടവരെ, ചില വിഷയങ്ങളൊക്കെ നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. അവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ എനിക്കെന്തോ കിട്ടാനാ? അവനിപ്പോ രക്ഷപ്പെട്ടാൽ എനിക്കെന്താ ഗുണം?
ഇതൊക്കെ നമ്മളങ്ങ് ചിന്തിക്കുമായിരിക്കും. പക്ഷെ ഒരു കാര്യം, പ്രാർത്ഥിക്കുമ്പോൾ കെട്ടുപൊട്ടുന്നത് അവന്റെ മാത്രമല്ല, നിന്റെയും കൂടാ. യോബ് അതിന് ഏറ്റവും വലിയ തെളിവ്. ഞാൻ കൂടുതൽ പറയുന്നില്ല. അവൻ ഊമനായ മകന്റെ വേദന ആരറിയുന്നു? ഈ മകൻ വീഴുമ്പോ വേദനിക്കും, മുറിയും, എല്ലാം ചെയ്യും. പ്രിയപ്പെട്ട സുഹൃത്തേ, ഞാനൊരു കാര്യം പറയട്ടെ. കർത്താവിന്റെ മുമ്പിൽ ചെന്ന് കാര്യം പറയുമ്പോഴേ വിടുതൽ വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ ആഴങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ആഴങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഈ പിതാവ് ചെന്ന് പറയുന്നത് മകന്റെ അവസ്ഥയെക്കുറിച്ചാണ്. കർത്താവ് ഓർത്തത് മകന്റെ വീഴ്ചയ്ക്ക് ശേഷമുള്ള അവസ്ഥകളെ കുറിച്ചാണ്. ഹല്ലേലൂയ. ആ മകനെ, പിതാവ് പറഞ്ഞ വാക്കിലേക്ക് ഞാൻ വീണ്ടും പോകുന്നു. അവനെ എവിടെ വെച്ചു പിടിച്ചാലും അവനെ തള്ളിയിടുന്നു. പിന്നെ അവൻ നുരച്ച് പല്ല് കടിച്ച് വരണ്ടു പോകുന്നു. ഇന്ന് ഇങ്ങനത്തെ വിഷയങ്ങളുണ്ടോ? വരണ്ടുപോയ വിഷയങ്ങളും കൊണ്ട് നടക്കുന്നവരുണ്ടോ? ഈ പിശാച് പിടിച്ചിട്ട് എല്ലാ മൃദുത്വവും നഷ്ടപ്പെട്ട് ഇപ്പൊ വരണ്ട കേസുമായി നടക്കുന്ന ആരെങ്കിലും ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശത്തിനകത്തുണ്ടോ? എങ്കിൽ ഞാൻ പറയട്ടെ, ഇന്ന് ഈ കേസ് അറ്റൻഡ് ചെയ്യുന്നത് കർത്താവാണ്. വിടുതൽ ഒന്നല്ല, വിടുതൽ പലതാണ്. ഭൂതം പിടിച്ചാൽ ചെയ്യുന്നത് ഒന്ന്, തള്ളിയിടും. കേട്ടോണം. ഊമനായ ആത്മാവുള്ള മകനെ ഭൂതം പിടിച്ചാൽ ഒന്ന്, തള്ളിയിടും. രണ്ട്, നുരയ്ക്കും. രണ്ട് കേസ് പിതാവ് പറയുന്നുള്ളൂ. പക്ഷെ ഈ ഭൂതം പിടിച്ചാൽ തള്ളിയിടുന്നതും നുരയ്ക്കുന്നതും മാത്രമേ പിതാവ് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ തള്ളിയിട്ടതിന് ശേഷം അവന് വരുന്ന കേസ് കർത്താവ് മനസ്സിലാക്കുക ചെയ്യുന്നത്. അത് പറഞ്ഞിട്ടില്ല ബൈബിളിൽ. രണ്ട്, നുരയ്ക്കുന്നു എന്നേ പിതാവ് പറഞ്ഞിട്ടുള്ളൂ. നുരച്ച് പത പുറത്തു വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥയെ കർത്താവ് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറയട്ടെ, നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും അപൂർണമാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറയും, പക്ഷെ നമ്മൾ പറയേണ്ടത് പറയുന്നില്ല. പക്ഷെ കർത്താവ് ഉണ്ടല്ലോ, നമ്മുടെ പ്രാർത്ഥനകൾക്കകത്ത് ഡീപ്പായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ദൈവമാണ്. എത്ര പേർ ആമേൻ പറയും? നോക്കിയേ, നമ്മുടെ പ്രാർത്ഥനകൾക്കകത്തുള്ള കാര്യങ്ങൾ ഡീപ്പായിട്ട് മനസ്സിലാക്കുന്ന ഒരു കർത്താവാണ്. ആ ദൈവമാ ഇന്ന് പകലിലും നിന്റെ ഉള്ളം കണ്ടുകൊണ്ടിരിക്കുന്നത്. നീ പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും നിന്റെ ഉള്ളം നീറുന്നതും വിങ്ങുന്നതും കർത്താവ് കാണുന്നുണ്ട്. രണ്ട് കാര്യം മകന്റെ അവസ്ഥകളെ കുറിച്ച് പറഞ്ഞു. പക്ഷേ അതിന്റെ വീഴ്ചയ്ക്ക് ശേഷമുള്ള അനന്തരഫലങ്ങളെ കുറിച്ച് ദൈവം മനസ്സിലാക്കുന്നത് പോലെ, നുരച്ച് പതച്ച് അവനെ ഇട്ട് ഉരുട്ടിയതിന് ശേഷമുള്ള അനന്തരഫലങ്ങളെ കുറിച്ച് കർത്താവ് മനസ്സിലാക്കുന്നത് പോലെ, എന്നെ കേൾക്കുന്ന തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട കുടുംബമേ, നീ പറഞ്ഞതിനേക്കാളും അപ്പുറമായി ദൈവം കേസ് കയ്യിലെടുക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. നീ ദൈവത്തോട് പറഞ്ഞതിനേക്കാൾ അധികമായി ദൈവം മനസ്സിലാക്കുകയാണ്. മുറിപ്പാടുകളെ ദൈവം മനസ്സിലാക്കുന്നു. സഹോദര, നീ നിന്റെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകർന്നു. കർത്താവ് ആ കേസ് വളരെ ഡീപ്പായിട്ട് ഇന്ന് പകലിൽ മനസ്സിലാക്കുകയാണ്. നീ പറഞ്ഞതിനേക്കാൾ അപ്പുറം നിന്റെ ഈ വീഴ്ചയിൽ അനന്തരഫലമായി നീ അനുഭവിക്കുന്ന പല അവസ്ഥകളും ദൈവം മനസ്സിലാക്കുന്നു. നീ എവിടെയൊക്കെയോ വീണുപോയി, ഭൂതം പിടിച്ചിട്ട് നിന്നെ എവിടെയൊക്കെയോ തള്ളിയിടുന്നു, ശത്രു പിടിച്ചിട്ട് നിന്നെ എവിടെയൊക്കെയോ തള്ളിയിടുന്നു. പക്ഷെ വീഴ്ചയ്ക്ക് ശേഷം നീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ ദൈവം മനസ്സിലാക്കുന്നു. നീ നിലത്ത് പോയതിനു ശേഷമുള്ള നിന്റെ അവസ്ഥകളെ ദൈവം മനസ്സിലാക്കുന്നു. ആമേൻ. താഴെ വീഴുന്ന തള്ളിയിടുന്ന ഒരുവന്റെ മേൽ ചെളിപറ്റും. ആമേൻ. അവൻ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നാണം കെട്ടവനെ പോലെ നിൽക്കും. ചെളിപറ്റിയ വസ്ത്രവുമായി ഒരുവൻ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പൊതുസമൂഹം എന്തൊക്കെ ചിന്തിക്കാം, ഏതൊക്കെ കാര്യം ചിന്തിക്കാം. ആമേൻ. അതുപോലെ വീഴ്ചയ്ക്ക് ശേഷം നീ മാനം കെടും, നാണം കെടും. പലരും നിന്നെ പരിഹസിക്കുന്നുവെന്ന് ദൈവം അറിയുന്നു. ആമേൻ. നീ വീഴ്ചയ്ക്ക് ശേഷം നിനക്ക് എവിടെയൊക്കെയോ മുറിവുകളുണ്ട്. മാനസിക മുറിവുകളും ശാരീരിക മുറിവുകളുമുണ്ട്. ഇത് ദൈവം പറയുന്നു. നുരച്ചു പതച്ച് ആമേൻ പുറത്തു വരുന്ന ഒരു മനുഷ്യൻ നുരച്ചു പതച്ചതിന് ശേഷം, ഭൂതം വിട്ടുപോയതിനു ശേഷം അവൻ എഴുന്നേൽക്കുമ്പോ അവന്റെ ശരീരം മുഴുവനും ചലം കൊണ്ട് ആമേൻ നാറ്റം വമിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എവിടെയൊക്കെയോ നാണം കെടുന്നു എന്ന് ദൈവം മനസ്സിലാക്കുന്നു. ആൾക്കാരുടെ മുമ്പിൽ നിൽക്കാൻ കഴിയാത്തതുപോലെ അവന്റെ ശരീരം ദുർഗന്ധം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് യേശു മനസ്സിലാക്കുന്നു. സഹോദരി, നീ എവിടെയെങ്കിലും ഒക്കെ നാണം കെടുന്നുണ്ടോ? നാണം കെട്ട് നാറിയ ഒരവസ്ഥയിൽ നീ ആയിപ്പോയിട്ടുണ്ടോ? പല അവസ്ഥകളിലും ഭൂതം പിടിച്ചതിന് ശേഷം നിനക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തൊരവസ്ഥ, ആമേൻ, നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ.
അവസ്ഥ, നിന്നെക്കുറിച്ച് പറഞ്ഞ് പ്രചരിപ്പിച്ച് ദുഷ്പേരുണ്ടാക്കി നാട്ടിലെങ്ങും അസ്വസ്ഥപ്പെടുത്തുകയും പുറത്തിറങ്ങാൻ കഴിയാത്ത നിലയിൽ നിന്നെക്കുറിച്ച് പറഞ്ഞ് പരത്തുന്ന, വാട പരത്തുന്നത് പോലത്തെ അവസ്ഥകളിൽ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ടോ? ഈ ഭൂതം നിന്റെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെ ഡീപ്പായി പരിശുദ്ധാത്മാവ് കാണുകയാണ്. ചിലതൊക്കെ പുറപ്പെട്ടു പോയാലേ നിനക്ക് വിടുതലുള്ളൂ. പിതാവ് 2 കാര്യമേ പറഞ്ഞുള്ളൂ. അവൻ വീണു, അവൻ നുരച്ചു. വീണതിന് ശേഷം ചെളി പറ്റിയാൽ നിനക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ലെന്നുള്ളതും, നുരച്ചതിന് ശേഷം ശരീരത്തിൽ നിന്നും ദുർഗന്ധം പൊങ്ങുമെന്നുള്ളതും, നിന്റെ ഭാഗ്യ സൗന്ദര്യം മുഴുവനും നഷ്ടപ്പെടുമെന്നുള്ളതും എല്ലാം ദൈവം മനസ്സിലാക്കുന്നു. ഇന്ന് അതുകൊണ്ട് തന്നെ പലരുടെയും മുമ്പിൽ ഇറങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലല്ലേ നീ നിൽക്കുന്നത്. അങ്ങനല്ലേ? നിനക്ക് ആരോടും കൊണ്ടുപോയിട്ട് ഒരു പരിഹാരവും ഇല്ലാത്ത വിഷയം, ഒത്തിരി പേരോട് പറഞ്ഞിട്ടും പരിഹാരമില്ലാത്ത വിഷയം. ഓ ജീസസ്, അതിനകത്തുനിന്ന് ചിലത് ഇന്ന് രാത്രി ഇന്ന് പകലിൽ പൊട്ടിപ്പോയാലേ വിടുതലുള്ളന്നേ. ചിലതൊക്കെ പൊട്ടിപ്പോയാലേ വിടുതലുള്ളന്നേ. ശിഷ്യന്മാർ ഹാൻഡിൽ ചെയ്തിട്ടും നടന്നില്ല. ശിഷ്യന്മാരുടെ പ്രാർത്ഥനാ ജീവിതത്തിന് പറ്റിയില്ല. അങ്ങനാണെങ്കിൽ യേശുവിന്റെ പ്രാർത്ഥനാ ജീവിതത്തിന് പറ്റി. ശിഷ്യനും പ്രാർത്ഥിച്ചു, യേശുവും പ്രാർത്ഥിച്ചു. എന്നാൽ യേശുവിന്റെ പ്രാർത്ഥനയുടെ തല ഹൈ റേഞ്ച് ആയിരുന്നു. എന്നാൽ ശിഷ്യന്മാരുടെ പ്രാർത്ഥനയുടെ തലം അതിനോട് ഒത്തില്ല. അതെ, പ്രാർത്ഥനയിലെ ചിലതൊക്കെ വിട്ടുപോകുകയുള്ളൂ എന്ന് ദൈവാത്മാവ് പറയുമ്പോൾ ഇന്ന് നാം ഓരോരുത്തരും പുതിയൊരു പ്രാർത്ഥനയുടെ അഭിഷേകം ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. യേശു ചോദിക്കുന്നു, ഇത് അവന് സംഭവിച്ചിട്ട് എത്ര കാലമായി? ചുരുക്കം പറഞ്ഞാൽ എത്ര കാലം കൊണ്ട് അനുഭവിക്കുന്ന കേസിന് ഇവിടെ മരുന്നുണ്ട്. ചില ഡോക്ടേഴ്സ് പറയോ പറ്റത്തില്ല, ഒത്തിരി പഴക്കം ചെന്നുപോയി. പക്ഷെ കർത്താവ് ചോദിക്കുന്നില്ല എത്ര കാലമായി. ഹല്ലേലൂയ. പഴക്കം ചെന്ന കേസിനും ഇവിടെ നീക്കുപോക്കുണ്ട് കേട്ടോ. എത്ര വർഷമായാലുവേ, ട്രൈ ചെയ്തിട്ട് എത്ര വർഷമായാലുവേ, പരിശ്രമിച്ചിട്ട് എത്ര വർഷമായാലുവേ, എത്ര പേര് നോ പറഞ്ഞ കേസ് ആണെങ്കിലുവേ, ആരൊക്കെ പ്രാർത്ഥിച്ചിട്ട് വിടുതലില്ലാത്ത കേസ് ആണെങ്കിലുവേ, ഇവിടെ പരിഹാരമുണ്ട്. ഇവിടെ മാത്രമേ പരിഹാരമുണ്ട്. തിരുവെടുത്ത് പറയുന്നു, ചെറുപ്പം മുതൽ തന്നെ, വളരെ ചെറുപ്പം മുതൽ തന്നെ കണ്ണുനീർ കുടിക്കുന്ന ഒരു വ്യക്തിയെ, വളരെ ചെറുപ്പം മുതൽ തന്നെ അവഗണന അനുഭവിക്കുന്ന വ്യക്തിയെ, വളരെ ചെറുപ്പം മുതൽ തന്നെ ഒറ്റപ്പെടുന്ന വ്യക്തിയെ, വളരെ ചെറുപ്പം മുതൽ തന്നെ ദുരാത്മാവിനാൽ ഉപദ്രവിക്കപ്പെടുന്ന വ്യക്തിയെ, വളരെ ചെറുപ്പം മുതൽ തന്നെ നഷ്ടങ്ങൾ സംഭവിക്കുന്ന വ്യക്തിയെ ഇന്ന് പകലിൽ ദൈവാത്മാവ് പഴക്കം ചെന്ന നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ സന്ദർശിക്കുകയും സ്പർശിക്കുകയും ചെയ്യുന്ന ഒരു പ്രഭാതമാണെന്ന് ഞാൻ ആത്മനിറവിൽ പറഞ്ഞാൽ ആമേൻ പറയാൻ എത്ര പേർക്ക് ഇന്ന് പ്രഭാതത്തിൽ മനസ്സുണ്ട്? ഹല്ലേലൂയ. ചെറുപ്പം മുതൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, പണ്ട് കാലം മുതൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, ഹല്ലേലൂയ, ആ കേസും കർത്താവ് തിരിച്ചറിഞ്ഞു. മൂന്ന് കാര്യം: 1, ഭൂതം പിടിച്ച തള്ളിയിടും. 2, നുരപ്പിക്കും. ഇത് ചെറുപ്പം മുതൽ തുടങ്ങി. ഈ കേസ് ഇന്ന് ശിഷ്യന്മാർ ട്രൈ ചെയ്തു, നടന്നില്ല. പക്ഷെ കർത്താവ് ട്രൈ ചെയ്യാൻ പോവാ. കയ്യിലേക്ക് കൊടുക്കാൻ തയ്യാറാവണം കേട്ടോ. കർത്താവിന്റെ കയ്യിലേക്ക് കൊടുക്കാൻ തയ്യാറാവണം. അടുത്തത് 22ാമത്തെ വാക്യം. അതവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. അതവനെ നശിപ്പിക്കേണ്ടത്. അപ്പൊ ഒരു ദുരാത്മാവ് നിന്റെ ജീവിതത്തെ എയിം ചെയ്യുന്നത് നിനക്ക് സുഖാണോ എന്ന് ചോദിക്കാനും കൂട്ടുകൂടാനും അല്ല, നിന്നെ നശിപ്പിക്കാനാണ്. ഊമനായ മനുഷ്യൻ അതിനെ തീയിൽ തള്ളിയിടുമ്പോ അവന് തീയുടെ പൊള്ളലിനെ കുറിച്ച് ആരോടും പറയാൻ പറ്റത്തില്ല. ഊമനായൊരു മനുഷ്യൻ അവന് വെള്ളത്തിൽ തള്ളിയിടുമ്പോൾ അവന് വെള്ളത്തിനകത്തുള്ള ശ്വാസം മുട്ടലിനെ കുറിച്ച് ആരോടും പറയാൻ പറ്റത്തില്ല. ഊമനായ മനുഷ്യൻ എന്ത് പറയാനാ? ഊമനായ കൊച്ചൻ ആരോട് എന്ത് പറയാൻ? അവന് കേറിയാലൊന്ന് ആക്ഷൻ കാണിക്കാം. സഹോദരങ്ങളെ, ഇതുപോലെ പിശാച് നിന്നെ പിടിച്ച് തീയുടെ അനുഭവത്തിൽ കൂടെ നിന്നെ തള്ളിയിടുമ്പോഴും വെള്ളത്തിന്റെ അനുഭവത്തിൽ നിന്നെ മുക്കിക്കളയുകയും ചെയ്യുമ്പോൾ ചിലതൊക്കെ നിനക്ക് ഭാഗികമായി ചിലരോട് പറയാൻ കഴിയും.
പക്ഷെ പൂർണ്ണമായ അളവിൽ നിനക്കൊന്നും ആരോടും പറയാൻ കഴിയാത്ത ഒരവസ്ഥയിലല്ലേ ഈ പ്രഭാതത്തിലും ഈ സന്ദേശം കേട്ടോണ്ടിരിക്കുന്നത്. നിന്റെ ആ സ്വാതന്ത്ര്യക്കുറവ് മനസ്സിലാക്കിയിട്ട് തന്നെ സാത്താൻ അടിക്കടി നിന്റെ ജീവിതത്തെ തീക്കകത്ത് തള്ളിയിടുകയും വെള്ളത്തിനകത്ത് മുക്കിപ്പിടിക്കുകയും ചെയ്യുന്ന നിന്റെ പൊള്ളലിന്റെയും ശ്വാസം മുട്ടലിന്റെയും അനുഭവം ആരും വ്യക്തമായി മനസ്സിലാക്കിയില്ലെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. നീ ഒരുപാട് പേരുടെ കയ്യിൽ കൊടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞതിനകത്തും ഭാഗികമായി മാത്രം പറഞ്ഞ വിഷയങ്ങൾക്ക് പോലും അവർക്ക് മറുപടി തരാൻ കഴിയാതിരിക്കുമ്പോ, പുറത്തു പറയാൻ കഴിയാത്ത ഒരുപാട് വിഷയങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഒതുക്കി വെച്ചിരിക്കുമ്പോ, അത് രഹസ്യ സ്വഭാവത്തിലിരിക്കുമ്പോ, ഇന്ന് എൻ്റെ യേശു സകല കാര്യങ്ങളും വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്റെ അരികിൽ നിൽക്കുകയാണ്. കേസ് അവന്റെ കയ്യിൽ കൊടുക്ക. ചെറുപ്പം മുതൽ നീ അനുഭവിക്കുന്ന അവസ്ഥകളെ ദൈവം മനസ്സിലാക്കുന്നു. ഓ താങ്ക് യു ജീസസ്. താഴോട്ട് വരുമ്പോ യേശു അശുദ്ധാത്മാവിനെ ശാസിക്കുകയും ഊമനും ചെകിടനുമായ ആത്മാവ് ഇവനെ വിട്ടു പോന്ന് പറയുകയും അവനിൽ ഇനി മേലിൽ കടക്കരുത് എന്ന് അതിനോട് കൽപ്പിക്കുകയും ചെയ്യുന്നൊരു ഭാഗം കാണാം. 26-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അത് വളരെ നിലവിളിച്ചു, അവിടുന്ന് പുറപ്പെട്ടു പോയി. മരിച്ചുപോയി എന്ന് പലരും പറവാൻ തക്കവണ്ണം അവൻ മരിച്ച പോലെയായി. യേശു അവനെ കൈക്ക് പിടിച്ചു നിവർത്തി, അവൻ എഴുന്നേറ്റു. ഇങ്ങനെ തന്നെയല്ലേ സഹോദരങ്ങളെ? മരിച്ചുപോയി എന്ന് പലരും പറഞ്ഞില്ലേ? മരിച്ചുപോയി എന്ന് പറയത്തക്ക വിധം തന്നെ ആയില്ലേ? അതിന്റെ നടുവിലും യേശുവല്ലേ നിന്റെ കൈക്ക് പിടിച്ച് നിവർത്തിയത്. ഈ കേസ് ആ ശിഷ്യന്മാർ ഹാൻഡിൽ ചെയ്യാൻ നോക്കിയത്, പക്ഷെ നടന്നില്ല. സ്വകാര്യ സംഭാഷണങ്ങൾക്കിടയിൽ ശിഷ്യന്മാർ മെല്ലെ വന്ന് യേശുവിനോട് ചോദിച്ചപ്പോ യേശു പറഞ്ഞ എന്താണെന്നറിയാവോ? അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ, ഞാൻ എത്രത്തോളം നിന്നെ സഹിക്കണം? പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഇവയൊന്നും വിട്ടുപോകുന്നില്ല. യേശു പറഞ്ഞു, പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകയില്ല എന്ന് അവൻ പറഞ്ഞു. സഹോദരി, സഹോദര, ഒരു പ്രാർത്ഥനയ്ക്ക് എന്തിനേയും പുറപ്പെടുവിച്ച് കളയാനുള്ള ശക്തിയുണ്ട്. പക്ഷേ യേശു ഉയർന്ന അളവിൽ ഉയർന്ന മലയിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങിയ ആ അവസ്ഥയിലായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന. ശിഷ്യന്മാർ പ്രാർത്ഥിക്കാത്തവരല്ല, പക്ഷേ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഈ സ്പിരിറ്റിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ യേശു ഈ സ്പിരിറ്റിനെ ഹാൻഡിൽ ചെയ്തു. സഹോദരങ്ങളെ, നമുക്ക് അടുത്ത ഒരളവിലേക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അടുത്ത ഒരു ആത്മനിറവിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയുമോ? അടുത്ത ഒരു ദൈവകൃപ ഏറ്റെടുക്കാനും നിയോഗങ്ങൾ ഏറ്റെടുക്കാനും നമുക്ക് കഴിയുമോ? എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് ആവശ്യപ്പെടുകയാണ്. നീ ഒത്തിരി പേരുടെ മുമ്പിൽ കൊണ്ടുചെന്ന വിഷയങ്ങൾ, നീ ഒത്തിരി പേരുടെ മുമ്പിൽ കൊടുത്ത് പ്രാർത്ഥിപ്പിച്ച വിഷയങ്ങൾ ദൈവത്തിന്റെ കയ്യിലേക്ക് പരിശുദ്ധാത്മാവ് ഏറ്റുവാങ്ങുവാൻ പുരുഷാരത്തിന്റെ ഇടയിൽ ആ പിതാവ് ദൈവശബ്ദം തിരിച്ചറിഞ്ഞു ഓടി പുറത്തേക്ക് വന്നതുപോലെ നീ പുറത്തു വരണം. നീ മനുഷ്യരിലുള്ള ആശ്രയം വെടിയണം. നീ ജനത്തിലുള്ള ആശ്രയം വെടിയണം. നീ ഭാഗികമായ ചില ആശ്രയങ്ങളിൽ നിന്ന് പുറത്തു വരണം. നീ ബാഹ്യമായ ചില സ്വാധീനങ്ങളിൽ നിന്ന് പുറത്തു വരണം. നീ മനസ്സിന്റെ കോണുകളിൽ ഒതുങ്ങിയിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് പുറത്തു വരണം. നീ അവിശ്വാസങ്ങളിൽ നിന്ന് പുറത്തു വരണം. ഇന്ന് പകലിൽ കർത്താവ് എങ്കിൽ മാത്രമേ നിന്നോട് മാത്രമായി ചില ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുകയുള്ളൂ. ഒരു പിതാവിനോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടത് പിതാവിന്റെ ബന്ധുവിനോട് ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയുകയില്ല. ഒരു പിതാവിന് മാത്രമേ മകനെ കുറിച്ച് ആഴമായി അറിയാവുള്ളൂ എന്നതുപോലെ ഏറ്റവും നല്ല പിതാവ് നിന്റെ അവസ്ഥകൾ നന്നായി അറിയുന്നത് കൊണ്ട് ഇന്ന് പകലിൽ പറയുന്നു, നീ പുറത്തു വരണം. നീ പുറത്തു വരണം. നീ ഒതുങ്ങിക്കൂടിയിരിക്കേണ്ട വ്യക്തിയല്ല. നീ പ്രശ്നം നിന്നെ തീയിലും വെള്ളത്തിലും ഒക്കെ ഇതിനു മുന്നേ ഇട്ടിട്ടുണ്ടാകാം. പക്ഷെ അതിന് ഇന്ന് കർത്താവ് ഒരു അറുതി വരുത്തുകയാണ്. അതിനെ ശാസിക്കുന്നു. ഇനിമേലിൽ നിന്നിൽ കടക്കരുതെന്ന് കർത്താവ് കൽപ്പിക്കുന്നു. ഇനിമേലിൽ നിന്നിൽ കടക്കരുതെന്ന് കർത്താവ് കൽപ്പിക്കുന്നു. ഒന്ന് സമർപ്പിക്കാൻ കൃപയുള്ള എത്ര പേരുണ്ട്?
ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് കൽപ്പിക്കട്ടെ, ഇനി അശുദ്ധാത്മാവേ ഇവനിൽ കടക്കരുത്, ഇനി നീ ഇവനിൽ കടക്കരുത്, ഇനി നീ ഇവനിൽ കടക്കരുത്. ചിലതൊക്കെ നിന്നെ വിട്ട് മാറുകയാണ് ഇന്ന്, നിന്നെ വിട്ട് ചിലതൊക്കെ മാറുകയാണ്. പ്രാർത്ഥനയാൽ ചിലതൊക്കെ പുറപ്പെട്ടു പോകുകയാണ്. ഒരു വിടുതൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരികയാണ്. എത്ര ദൈവമക്കൾ വിശ്വാസത്തോടെ ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ അളവറ്റ ഒരു വിടുതൽ സംഭവിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ വിഷയങ്ങളെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുചെന്നവനെ, നീ യേശുവിന്റെ അരികിലേക്ക് ഒന്ന് വന്നേ, നീ യേശുവിന്റെ അരികിലേക്ക് ഒന്ന് വന്നേ. അവിടുന്ന് നിന്നെ നോക്കുന്നു, നിന്റെ അവസ്ഥകൾ അറിയുന്നു, നിന്റെ തലമുറകളുടെ അവസ്ഥ അറിയുന്നു. ചിലതൊക്കെ വിട്ടുപോയാലേ, ചിലതൊക്കെ പുറപ്പെട്ടു പോയാലേ വിടുതലുള്ള സുഹൃത്തെ, നിന്റെ കർത്താവ് നിന്റെ ഭർത്താവിനെ അറിയുന്നു, നിന്റെ കർത്താവ് നിന്റെ മക്കളെ അറിയുന്നു. എന്തു നടന്നാലാണ് അവർക്കൊരു വിടുതലുള്ളതെന്ന് ദൈവം അറിയുന്നു. പിതാവ് 2 കാര്യം മാത്രം അറിയുമ്പോൾ കർത്താവ് 4 കാര്യങ്ങൾ അറിയുന്നു. ഹല്ലേലൂയ. ദൈവത്തിനറിയാം ഈ പൊള്ളൽ കൊണ്ട് നിനക്ക് ഏതറ്റം വരെ വേദനയുണ്ടെന്ന്. പിതാവിനറിയാം ഈ ശ്വാസം മുട്ടൽ കൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നിനക്കുണ്ടാകുന്നുണ്ട് എന്നുള്ളത്. ഈ ദുരാത്മാവിന്റെ അറ്റാക്ക് കൊണ്ട് എന്തൊക്കെ നഷ്ടങ്ങൾ നിനക്കുണ്ടാകുന്നുണ്ട് എന്നുള്ളത് വളരെ ആഴമായി നല്ല കർത്താവ് അറിയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞാൻ ഈ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടെ നിന്ന് ഹൃദ്യമായി ഈ ജനത്തോട് സംസാരിച്ചല്ലോ. വലിയ ഒരു ദൈവപ്രവൃത്തി ഈ വചനത്തിന്റെ ശക്തിയാൽ ഇവരുടെ ജീവിതങ്ങളിൽ അവിടുന്ന് നൽകണമേ. ഇവരെ ശക്തീകരിക്കണമേ, ഇവരെ ബലപ്പെടുത്തണമേ, ഇവരെ സഹായിക്കണമേ. തീയിലും വെള്ളത്തിലും എന്നതുപോലെ ഇവർ കടന്നു പോകുമ്പോൾ എൻ്റെ ദൈവത്താൽ ഒരു പൂർണ്ണ വിടുതൽ ഈ ദിവസങ്ങളിൽ കർത്താവ് ഇവർക്ക് നൽകണമേ. ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഇവരെ ഏൽപ്പിക്കുന്നു. ഇവരെ അനുഗ്രഹിച്ച് ആശീർവദിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. അതിന് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ട ദൈവജനം, ഈ വീഡിയോയ്ക്ക് നിങ്ങൾ നിർബന്ധമായും ഒരു ലൈക്ക് കൊടുക്കണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വാട്സാപ്പിലാണെങ്കിലും നോർമൽ കോൾസിലാണെങ്കിലും അറിയിക്കാനുള്ള നമ്പർ ഇതാണ്. എല്ലാ ദിവസവും രാവിലെ 6:30 വൈകിട്ട് 6:30 ഞങ്ങളുടെ മീറ്റിംഗ് യൂട്യൂബിൽ ലൈവായി ദൈവകൃപയാൽ നടത്തപ്പെടുന്നു. നിങ്ങളിത് കാണുക, മറ്റുള്ളവർക്ക് കൂടെ അയച്ചു കൊടുക്കുക. നിങ്ങൾ കർത്താവിൽ വളരുക, ക്രിസ്തുവിൽ നിങ്ങൾ വളരുക. ദൈവം നിങ്ങളുടെ അവസ്ഥകളെല്ലാം അറിയുന്ന നല്ല ദൈവമാണ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ, ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. ഒരു പുതിയ തിരുവെഴുത്തുമായി കർത്താവ് അടുത്തൊരു സമയം നിങ്ങളുടെ മുമ്പിൽ എന്നെ അയക്കുന്നത് വരെ അത്യുന്നതന്റെ ചിറകിന്റെ കീഴിൽ കർത്താവ് നിങ്ങളെല്ലാവരെയും സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ. എല്ലാവർക്കും ഒരു ശുഭദിനം ഞാൻ ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ടേക്ക് കെയർ.